السلام عليك يا رسول الله. السلام عليك يا حبيب الله. السلام عليك يا جد الحسن والحسين. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ്, ഒരു മദ്ഹബിന്റെ ഇമാമാണ്, സ്വഹാബാക്കളെ കണ്ട മഹാനാണ്. മഹാനവർകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് സഹായാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്നോട് ചോദിച്ചത് മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽപ്പെട്ട ആരെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് പോലെ ഇസ്തിഗാസ നടത്തിയതായി തെളിവുണ്ടോ? ഉണ്ട്, ഉണ്ട്. ആയിരം പ്രാവശ്യം പറയുന്നു ഉണ്ട്. മദ്ഹബിന്റെ ഇമാമായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് അൽ ഖസീദത്തുൻ നുഅ്മാനിയ എന്ന് പറയുന്ന പ്രത്യേകമായ വരികൾ തന്നെ മഹാനവറുകൾക്കുണ്ട്. അബൂ ഹനീഫ തങ്ങൾക്ക് ആ വരികളിൽ നിന്ന് ചില വരികൾ ഞാനൊന്ന് വായിക്കട്ടെ, ഞാനൊന്ന് ചൊല്ലട്ടെ. യാ സയ്യിദസ് സാദാതി ജൈതുക ഖസീദാ أرجو رضاك واحتمي بهماك يا سيدي كن شافعي في فاقتي إني فقير في الورى لغناك يا أكرم الثقلين يا كنز الورى جد لي بجودك أرضني برضاك. മുസ്ലിം സമൂഹത്തിന്റെ ആത്മാവിന്റെ ഉൾപുളകമായ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട്, ലോകത്തിന്റെ നേതാവിനെ വിളിച്ചിട്ട് ഒരു മദ്ഹബിന്റെ ഇമാമായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി സഹായാഭ്യർത്ഥന നടത്തിയ വരികളാണ്. يا سيد السادات جئتك قاصدا أرجو رضاك واحتمي بهماك. ഓ നേതാക്കളിൽ ഏറ്റവും വലിയ നേതാവേ, നേതാക്കളിൽ നേതാവേ, നിങ്ങൾ വലിയ നേതാവാണ്. മനുഷ്യർക്ക് നിങ്ങൾ നേതാവാണ്, ജിന്നുകൾക്ക് നിങ്ങൾ നേതാവാണ്. يا أكرم الثقلين يا كنز الورى جدني بجودك أرضني برضاك. നബിയേ, നേതാവേ, നേതാക്കളിൽ നേതാവായവരെ, അങ്ങയുടെ പൊരുത്തം നിനക്ക് വേണം, അങ്ങയുടെ കാവലും നിനക്ക് വേണം. നേതാവേ, അങ്ങയുടെ പൊരുത്തവും കാവലും ആഗ്രഹിച്ചുകൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു. മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണ് നിങ്ങൾ, ജിന്നുകളിൽ വെച്ച് ഭൂതവർഗത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവരാണ് നിങ്ങൾ. എല്ലാവർക്കും അനുഗ്രഹമാണ് നിങ്ങൾ. ആ നേതാവായ നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ സന്നിധാനത്തിലാണ് ഞാനുള്ളത്. ആയതുകൊണ്ട് നിങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്, നിങ്ങളുടെ കാവൽ ആഗ്രഹിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ഈ ഫഖീറായ അബൂ ഹനീഫ വന്നിരിക്കുന്നു. നബിയേ, അൽ ഖസീദത്തുൻ നുഅ്മാനിയ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടേതാണെന്ന് പണ്ഡിത മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലാഹുൽ മക്നൂൻ ഫി ദൈരി അലാ കശ്ഫുൽ ദുനൂൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, മദ്ഹബിന്റെ ഇമാമായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് സഹായാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസീലയാക്കിയിട്ടില്ലേ? ഇമാം ഷാഫി തങ്ങൾ എന്താണ് പറഞ്ഞത്? അലുൻ നബിയ്യ ദരിയതി വഹും ഇലൈഹി വസീലതി
അർജൂ ബിഹിം മുഅ്തഖദാ ബിയദിൽ യമീനി സ്വഹീഫത്തി. അതേ നബിയുടെ കുടുംബമാണ് അള്ളാഹുവിലേക്കുള്ള എന്റെ വസീല. അള്ളാഹുവിലേക്ക് എന്നെ ചേർക്കുന്നത് നബിയുടെ കുടുംബമാണ്. എന്റെ വസീലയും എന്റെ ശുപാർശകരും അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹിയുടെ കുടുംബമാണ്. എന്നിട്ടോ അവർ മുഖേന എന്റെ ഏട് വലത് കയ്യിൽ നൽകപ്പെടുന്ന പ്രതീക്ഷയും എനിക്കുണ്ട്. അർജൂ ബിഹിം മുഅ്തഖദാ, നാളെ പാരത്രികമായ ലോകത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് അവർ മുഖേന എന്റെ വലത് കയ്യിൽ ഏട് നൽകപ്പെടാനാണ് എനിക്ക് ആഗ്രഹമുള്ളതെന്ന് ബഹുമാനപ്പെട്ട ശഫഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ. അപ്പൊ മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി തവസ്സുൽ ചെയ്തിട്ടുണ്ട്, ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് റസൂലുള്ളാഹിനെ വിളിച്ചിട്ടുണ്ട്. യാ സയ്യിദസ് സാദാത്തി. വഫാത്തിന് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയും ഇമാമികൾ അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനും ഹദീസും തിരിമറി നടത്തി പാവപ്പെട്ട വിവരമില്ലാത്ത ആളുകളിലേക്ക് തെറ്റായ ആശയം കുത്തിക്കയറ്റുന്ന ഈ ദീനിന്റെ മതത്തിന്റെ പൊളിയന്മാരായ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പഠിക്കണേ, ഹദീസ് നിങ്ങൾ പഠിക്കണേ, ഇമാമിങ്ങളുടെ ഉദ്ധരണികൾ നിങ്ങൾ വായിക്കണം, നിങ്ങൾ അള്ളാന്റെ ദീന് പഠിക്കണം. ഇവിടെ മദ്ഹബിന്റെ ഇമാമിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ആരാ മദ്ഹബിന്റെ ഇമാമിങ്ങൾ? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കർമ്മ പദ്ധതികൾ സമൂഹത്തെ പഠിപ്പിച്ച ഇമാമിങ്ങളാണ്. ഗവേഷണത്തിന് കഴിവുള്ള ഇമാമിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മസ്അല കണ്ടെത്താൻ കഴിവുള്ള ഇമാമിങ്ങൾ, 10 ലക്ഷത്തോളം ഹദീസ് മനപ്പാടമുള്ള ഇമാമിങ്ങൾ. അവരൊരു മസ്അല കണ്ടുപിടിക്കണമെങ്കിൽ എന്തെല്ലാം നിയമങ്ങൾ അവർക്ക് മുമ്പിലുണ്ട്, എന്തെല്ലാം നിയമങ്ങൾ അവർ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കണം. ഏതെല്ലാം നിയമങ്ങളിലൂടെയാണ് അവർ പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മസ്അല കണ്ടെത്തുന്നത്? ഗവേഷണ പഠിത്തമുള്ള പണ്ഡിതന്മാർ നിശ്ചിത നിദാന നിയമങ്ങൾ അടിസ്ഥാനമാക്കി ഖുർആനിലും ഹദീസിലും പ്രകടിപ്പിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുടെ സമാഹാരമാണ് മദ്ഹബ്. അതുകൊണ്ട് മദ്ഹബിനെയും നീ തള്ളി പറയുന്നു, ഇമാമിങ്ങളെയും നീ തള്ളി പറയുന്നു. നിനക്ക് പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഖുർആനും നീ തള്ളി പറയും, നിനക്ക് പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഹദീസിനെയും നീ തള്ളി പറയും. നിന്റെ നേതാക്കളൊക്കെയും ഉടുപ്പില്ലാതെ എത്ര ഹദീസാണ് ലൈഫാണ് എന്ന് പറഞ്ഞത്. ഒരാൾ പറഞ്ഞില്ലേ, ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ എത്ര ഹദീസ് ലൈഫാക്കിയിട്ടുണ്ട്, ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ എത്ര ഹദീസ് ലൈഫാക്കിയിട്ടുണ്ട്. ഒരാൾ പറഞ്ഞില്ലേ, ഉളുപ്പില്ലാതെ. അപ്പൊ ആയതുകൊണ്ട് മതം പഠിക്കണം, ദീന് പഠിക്കണം. അത് ലഘുലേഖയിലൂടെ വായിച്ചു കഴിഞ്ഞാൽ നിനക്ക് മതം കിട്ടൂല. വാരിക മാസിക വായിച്ചു കഴിഞ്ഞാൽ നിനക്ക് മതം കിട്ടൂല. ആയതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. അള്ളാഹു ഏകനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സൂര്യനും ചന്ദ്രനും ഇതര ഗാലക്സി സമൂഹങ്ങളും ഘോരവനങ്ങളും ഭീമാകാരമായ വന്യജീവികളും മാറുമാഴിയും സൃഷ്ടിച്ച സർവേശ്വരൻ സർവജ്ഞനും സർവലോക സൃഷ്ടിസ്തുതി സംഹാര പരമാധികാരമുള്ള റബ്ബ് ഏകനാണ്. അവനെ വിശ്വസിക്കാവൂ, അവനെ ആരാധിക്കാവൂ എന്ന് പറയാൻ 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെ ഇവിടെ അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. അവര് മുഖേനയാണ് ഇവിടെ തൗഹീദ് പ്രചരിപ്പിച്ചത്. അപ്പോൾ അതിന്റെ ഗൗരവം നീ മനസ്സിലാക്കണം. നിനക്ക് ലഘുലേഖ വായിച്ചു കഴിഞ്ഞാൽ, നിനക്ക് മാസിക വായിച്ചു കഴിഞ്ഞാൽ, വാരിക വായിച്ചു കഴിഞ്ഞാൽ നിനക്ക് ദീന് തിരിയൂല മോനെ. ആയതുകൊണ്ട്